ഹലോ, ആ ജലജേ, എടി ഞാൻ അമ്പലത്തിൽ പോയി, ഞാൻ റെഡി ആയിട്ടോ. നീ റെഡിയായോ? അയ്യോ റെഡി ആയില്ലേ? അയ്യോ 10 മിനിറ്റ് കഴിഞ്ഞ് പോകാൻ ഇറങ്ങാൻ പറ്റത്തില്ല. ആ കാലമാടൻ ഇങ്ങോട്ട് കയറി വന്നാലേ പിന്നെ എനിക്ക് എന്നെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് എങ്ങോട്ടും വിടത്തില്ല. ആണോ? ഒരു കാര്യം ചെയ്യും, ഞാനിപ്പോഴെന്തായാലും ഇറങ്ങാം. നീ അങ്ങ് അമ്പലത്തിനടുത്ത് വന്നാൽ ഞാൻ അവിടെ കാത്തു നിന്നോളാമേ. ഓക്കെ, ശരി ശരി ശരി. ആ അയ്യോ, ആ കാലം വന്ന്. എവിടെ പോണ്? അല്ല, നമ്മുടെ അമ്പലത്തിൽ ഉത്സവത്തിൽ ഇപ്പൊ ഘോഷയാത്ര വന്ന് കഴിഞ്ഞാലേ നമ്മളെ ടി-വിയിൽ പരിപാടി അവതരിക്കുന്ന മനു കുമ്പാരിയും പ്രസാദ് കോളം നയിക്കുന്ന മിംസ് പരേഡ് ഉണ്ട്. നമ്മ കാണാൻ പോവാം. അവന്മാരുടെ പരിപാടി ടി-വി കണ്ടിട്ടേ സഹിക്കാൻ പറ്റുന്നില്ല. ഇനി ഞാൻ സ്റ്റേജിൽ പോയി കാണാൻ താടി പറയുന്നത്. അയ്യോ, ഒരു കാര്യം ചെയ്യും, ഒന്ന് ചിരിച്ചു കളാ. എപ്പോഴും ഇങ്ങനെ കപ്പടാ മീശയും വെച്ച് ദേഷ്യപ്പെട്ടിങ്ങനെന്നാലേ എന്തോ കാര്യം. ചിരിച്ചാലേ ആയുസ് കൂടുമെന്നാ പറയുന്നത്. അയ്യോ വേണ്ട വേണ്ട, ആയുസ് കൂട്ടി കൊടുക്കണ്ടേ നീ വെറുതെ. എന്തോടെ പറയുന്നത്? അല്ല അല്ല, ഒന്നും പറഞ്ഞതല്ല. അമ്പലത്തിൽ പോകാൻ റെഡിയായിട്ട് നിൽക്കുവാണ്. അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുവാ. എന്നാ നീ പോകണ്ട. അതെന്താ? ഞാൻ ഇന്നലെ കൂടി പറഞ്ഞാണല്ലോ എനിക്ക് അമ്പലത്തിൽ പോകണമെന്ന്. ഇന്നലെ അങ്ങനെ പലതും പറഞ്ഞാണ്, പക്ഷെ ഇന്ന് നീ പോകണ്ട. അതെന്താ ഞാൻ പോയാല്? റിപ്പീറ്റ് അടിച്ചടിച്ചടിച്ച് നശിപ്പിച്ച സാധനമാണ് ഈ നാഗവല്ലി. ഇനി ഇതെങ്ങാണ് എന്റെ മുമ്പിൽ പറഞ്ഞ് അടിച്ച് ചെവുക്കല്ലി ഞാൻ പൊളിക്കും. പിന്നെ നല്ല ഒന്നാന്തര ചിക്കനാണ്. ഇത് കൊണ്ടുപോയി കൊടംപുളി ഇട്ട് വറ്റിച്ചങ്ങ് പോയി. കൊടംപുളി ഇട്ട് വറ്റിച്ച് വെക്കാനോ ചിക്കൻ? പിന്നെ തേങ്ങ അരച്ചങ്ങ് പോയി. തേങ്ങ അരച്ച് വെക്കാനോ? മനുഷ്യൻ ഒന്നാമത് ഇവിടെ പച്ചിപ്പനി കിച്ചിപ്പനി എന്ന് പറഞ്ഞ കുറെ അസുഖങ്ങളുള്ളതാ. ഫ്രഷ് ചിക്കൻ ആണോ ഇത്? ഫ്രഷ് ആണോന്നോ? എന്റെ തറവാട്ടിൽ എന്റെ കൺമുമ്പിൽ വളർന്ന കോഴി ഇന്നേ വരെ ഒരു പൂവൻ കോഴിയുടെ സ്പർശനം പോലും ഏറ്റിട്ടില്ല. അത്രയ്ക്കും ഫ്രഷാ. എന്തായാലും ഇതിപ്പോ ഇന്ന് എനിക്ക് വെക്കാൻ പറ്റത്തില്ല. നമുക്ക് നാളെ രാവിലെ എങ്ങനെ വെക്കാൻ നോക്കാം. ഇന്ന് വെച്ചില്ലെങ്കിൽ അടിച്ച് കൊല്ലും ഞാൻ. കൊല്ലും ഒറ്റ തവണയെ കൊല്ലു. അപ്പൊ നീ ഇന്നൊന്നും ചെയ്യത്തില്ല? ഞാനൊന്നും ചെയ്യത്തില്ല, എനിക്ക് ഇത് ചെയ്യാൻ വയ്യ. ഞാൻ ചോദിച്ചോട്ടെ, നീ എന്റെ കൂടെ സുഖിക്കാൻ മാത്രമായിട്ട് വന്നതാണടി? അയ്യോ, സുഖിജീവിക്കുന്ന കാര്യമൊന്നും പറയണ്ട. 10 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് ജീവിതത്തിൽ ഇതുവരെ സുഖം എന്താന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അത് വെറുതെ അല്ല, കണ്ണീര് കുടിച്ചാ ഞാൻ ഇവിടെ ജീവിക്കുന്നത്. കണ്ണീര് കുടിച്ച് ചുമ്മാതാണടി നിനക്ക് BP വന്നത്. ഈ കണ്ണീരിനകത്ത് മൊത്തം ഉപ്പ. അതുകൊണ്ട് നീ ഇനി കണ്ണീര് കുടിക്കണ്ട. അയ്യോ, നിങ്ങളുടെ ഒരു അമ്മാവനുണ്ടല്ലോ, ആ അമ്മാവനാ ഇതിനെല്ലാത്തിനും കാരണക്കാരൻ. അറിയാമോ? അമ്മാവൻ എന്തോ ചെയ്തു? അമ്മാവൻ എന്തോ ചെയ്തെന്നോ? ഈ അമ്മാവനല്ലേ നമ്മുടെ കല്യാണം നടത്തി തന്നത്. ആ ഒറ്റ കുറ്റബോധം കാരണമാണ് അമ്മാവൻ തൂങ്ങിച്ചത്തത്. തൂങ്ങിച്ചത്തല്ലേ? പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് അടിയിടിയൊക്കെ കൊണ്ട പാടുണ്ടല്ലോ. പിന്നെ അടിച്ചിട്ട് ചത്തില്ല, പിന്നെ കെട്ടിത്തൂക്കി കൊല്ലട്ടെ. എന്തുവാ?